ബംപിന് സോഷ്യൽ മീഡിയയിൽ കുറെ ഫാൻസ് ഉണ്ട്. ചോദ്യം മനസ്സിലായില്ല. ചേട്ടന്റെ ആസിന് കുറെ ഫാൻസ് ഉണ്ട്. തക്കുടു ഫഹദ് ഫാസിലിന്റെ പോലെ. അതെ. ഞാൻ ജയിക്കുള്ളൂ എന്ന് എനിക്ക് അറിയാലോ. സോ അതിലെനിക്ക് നോ അസൂയ. അല്ല, അത് എനിക്ക് യാതൊരു അസൂയയുമില്ല. അത് മാത്രമല്ല, ഇവളുടെ ആസ് ഇസ് വൺ ഓഫ് ഹർ ആസ്. ഓ മൈ ഗോഡ്. നമ്മൾ ഷോപ്പ് ചെയ്യണം. ഇതൊക്കെ പാരമ്പര്യമായി കിട്ടിയ സ്വത്താ. കഷ്ടപ്പെട്ടിടുന്നത്. അല്ല, അത് ഞാൻ ആക്ച്വലി പിള്ളേർക്ക് ഞാൻ പറയാറുണ്ട്. ഐ ക്യാൻ ലിവ് ദേർ എന്ന് പറയാറുണ്ട് ഞാൻ. നിനക്ക് എപ്പോഴെങ്കിലും എന്നോട് അടികൂടെ തോന്നിയിട്ടുണ്ട് ഇവളെ കെട്ടണേന് വരെ അവളെ കിട്ടിയാൽ മതിയായിരുന്നു? ആരാണത്? വേറൊരു വ്യക്തിയല്ല, നിന്നെ കിട്ടണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട്. നിന്റെ ആദ്യ ക്രഷുമായി നടന്ന ചില രഹസ്യങ്ങൾ. നിങ്ങളുടെ പ്രൈവറ്റ് മൊമെന്റ്സില് ചേട്ടന് പ്രൈവറ്റ് മൊമെന്റ്സില് ചേട്ടൻ ചേച്ചിക്ക് പാടി തരുന്നത് പാട്ട് അത്ര ഉള്ളോ? തക്കുടു ഞാൻ അറിയാതെ ഏതെങ്കിലും പെണ്ണുങ്ങളെ ടെക്സ്റ്റ് ചെയ്യാറുണ്ടോ? ഈ തക്കുടിൽ ഇഷ്ടപ്പെട്ട ഒരു ബോഡി പാർട്ട് അത് തന്നെയാണ് എനിക്ക് തോന്നി. എനിക്ക് Your dad's fan or mom's fan or both? Because dad is weird. പക്ഷെ എന്നാലിപ്പം ഇനി വരുന്ന കപ്പിൾസിനോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ വഴക്ക് വരുമ്പോൾ തന്നെ ഓടിപ്പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ? ഇത്രയും നാളെ ബ്യൂട്ടിഫുൾ മാരീഡ് ലൈഫ് കൊണ്ടുവന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ You can go first. Well, വഴക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് യു ക്യാൻ നെവർ ഗ്യാരണ്ടി. നമ്മൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടയിൽ വി ബോത്ത് എ വെരി സ്ട്രോങ് ഒപ്പീനിയൻ. നമ്മൾ രണ്ടുപേരും സ്ട്രോങ് ഒപ്പീനിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസസ് ഉണ്ടാവും. അപ്പോൾ ഒബ്വിയസ്ലി വഴക്കുകളും ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ. സോ ബട്ട് യു അറ്റ് ദ എൻഡ് ഫോർ മീ അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് യു ട്രൈ ടു തിങ്ക് ഹാവ് ഐ ഹാഡ് ഓർ ഡു ഐ ലവ് ഹിം മോർ ദാൻ ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് ആ പേഴ്സണോട് തോന്നുന്ന ഹെയ്റ്റ് എന്നല്ല, ആ ഒരു ദേഷ്യം. ഹെയ്റ്റ് ഇസ് എ വെരി സ്ട്രോങ് വേർഡ്. Or like looking back 13 years do I think first ഒരു moment when you asked me about Tenny, then എൻ്റെ happy moments are that comes to my mind instead of the rough moments or the sore moments that I have with him. So I think അങ്ങനെ if there are couples out there ആ ഒരു rough patch കൂടെ പോകുന്നുണ്ടെങ്കിൽ think about that. Do you think about that? Our happy moments are now 80% and then maybe 10% of like 20% of വഴക്കുകൾ ഉണ്ടായത് where you were sad and you were unhappy, and then obviously this is a good life that you have. And ഒരിക്കലും ഒന്നും പെർഫെക്റ്റ് അല്ല. It is as perfect as it gets എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ട്രൂ. എനിക്ക് ഭയങ്കര അഡ്വൈസ് കൊടുക്കുകയാണെന്ന് നമ്മൾ അങ്ങനെ ലൈഫ് കോച്ചസ് ഒന്നും അല്ലല്ലോ. പക്ഷേ ഒരു കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ട്രൈ ടു ടോക്ക് ടു യുവർ പാർട്ട്ണർ അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ഓൺ വിത്ത് യു. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും പറയാൻ ശ്രമിക്കണം. നമ്മളിപ്പോൾ യൂഷ്വലി നമ്മൾ നെഗറ്റീവ്സ് മാത്രമേ പറയാൻ ശ്രമിക്കാറുള്ളൂ. പക്ഷേ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയാലും അതും അവർക്ക് എസ്പെഷ്യലി അത് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഐ ക്യാൻ നെവർ അപ്രീഷിയേറ്റ് ഹർ ഇനഫ്. എത്ര പുകഴ്ത്തിയാലും അത് അബ്സോർബ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇരിക്കുന്നത്. സോ ഐ തിങ്ക് വിമൻ എൻജോയ് ദാറ്റ് ഓൾസോ. നമ്മളിപ്പം ഈ ദോശയാണെങ്കിലും ഡ്രസ്സാണെങ്കിലും മുടിയാണെങ്കിലും നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് അത് ഒരു ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ഇമ്പോർട്ടൻസ് ആക്ച്വലി അത് അവർക്ക് ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ട്രൈ ടു ഡു ദാറ്റ്. പിന്നെ നമ്മുടെ പ്രയോറിറ്റീസ് എനിക്ക് തോന്നുന്നു നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു നമുക്ക് പരസ്പരം സമയം കണ്ടെത്തിയേ ഒക്കത്തുള്ളൂ എന്നുള്ളത്. കാരണം നമ്മുടെ കരിയേഴ്സ് ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ കമ്മ്യൂണിക്കേഷൻ ഐ തിങ്ക് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, അടിപൊളി. എന്തായാലും ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. നെവർ ഹാവ് എവർ. ഓക്കെ. ഈശ്വര പേടിക്കണ നല്ലത്. ഇത് മോനെ സത്യം പറയേണ്ട ആവശ്യമുണ്ടോ? അതെ, എല്ലാം നെവർ എന്ന് പറഞ്ഞാൽ ഇതാ കൂടൂ. നെവർ ഹാവ് ഐ എന്ന് പറഞ്ഞാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചേട്ടൻ്റെ അടുത്താണ്. അല്ലെങ്കിൽ വേണം കോമൺ ആയിട്ട് വയ്ക്കാം. എൻ്റെ പാർട്ട്ണറിനെ വേറെ ആൾക്കാർ പ്രൈസ് ചെയ്യുമ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ജലസി ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ പുറത്ത് കാണിക്കില്ല. കാണിക്കൂ. നീ എന്താ ആലോചിക്കണത്? അല്ല, ഞാൻ വിചാരിച്ചു നിന്റെ ഫോളോ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചു. അങ്ങനെ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ പിന്നെ എന്ത് ചോദിക്കാനാ? അതെ, ഇല്ല.
എന്നെ പ്രൈസ് നിനക്ക് ജലസി ഇല്ലേ? എനിക്ക് ജലസി ഒന്നുമില്ല. ആണോ? ആ പിന്നെ ഐ ഡോണ്ട് ലൈക്ക് പീപ്പിൾ ഹിറ്റിംഗ് ഓൺ യു ടു മച്ച്. അത് ജലസി ആണോ? കുറച്ച് ജലസി ആണോ? അപ്പൊ തിരിച്ചു അപ്പൊ ചേട്ടൻ തിരിക്കും. അല്ല ഞാൻ കറക്റ്റാണ്, എനിക്ക് ജലസി ഇല്ല. ഹിറ്റ് ചെയ്താലും കുഴപ്പമില്ല. കാരണം അവിടെ പോകുന്നത് എനിക്കറിയാം. ഇത് ഫോഴ്സ്ഫുള്ളി ജയിച്ച പോലെയല്ലേ? അല്ല അപ്പം നേരാണ്, എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അധികമൊക്കെ ഹിറ്റ് ചെയ്യണാണ് ഞാൻ പതുക്കെ ചേച്ചി ഹിയർ മോനെ എന്ന് പറഞ്ഞ ജോയിന്റ് അക്കൗണ്ട് ആണല്ലോ. അപ്പൊ ഞാൻ ചേച്ചി ഹിയർ മോനെ, ചേട്ടൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ ഇസ് ബിസി മോനെ, ചേച്ചി ഹിയർ എന്താ പറയണ്ടേ മോനെ എന്ന് ചോദിക്കും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ മോളെ എന്ന് ചോദിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത് ചോദിക്കാം. പുറത്തിറങ്ങുന്ന സമയത്ത് എന്റെ പാർട്ട്ണർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെ ബോയിനെയും ഗേളിനെയൊക്കെ നോക്കുന്നത് കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. വായി നോക്കില്ല, മലയാളത്തിൽ വായി നോക്കണേ. നെവർ എന്ന് പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. കുറച്ചൊക്കെ ഉണ്ട്, അതെ, ഇങ്ങനെ സൈഡ് വൈസ് വെക്കേണ്ടി വരും. പക്ഷെ തക്കടും ഇപ്പൊ നല്ലത് കണ്ട് അപ്രീഷിയേറ്റ് അല്ലെങ്കിൽ കണ്ട് നോക്കുന്നതാണ്, അത് നമ്മൾ തന്നെ വെച്ചാൽ നീ വായി നോക്കുകയാണല്ലോ അത് പറഞ്ഞത്. യുനോ അത് ഐ ഹാവ് കോട്ട് ഹിം ഡൂയിങ് ദാറ്റ് ആൻഡ് അത് ഐ തിങ്ക് ഐ എം ഓക്കെ വിത്ത് ബിക്കോസ് ഐ നോ അത് കണ്ട് നല്ലൊരാളെ കാണുമ്പോൾ നമ്മളിപ്പോൾ ഞാനാണ് നല്ലൊരു പയ്യനെ കാണുമ്പോൾ പറയത്തില്ലേ വാ അവനെ ഒന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവന്റെ മസിൽ നോക്കൂ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഏതോ സിനിമയ്ക്കകത്ത് ഫഹദ് ഫാസിലിന്റെ കുണ്ടി കണ്ടിട്ട് പറയണല്ലേ, അതേപോലെയാണ് ഇതും. You know, പക്ഷേ as long as you know you are not, that person is, or my husband is not going to pursue that person, I'm okay with it. Okay, ചേട്ടനോ? എനിക്ക് ആക്ച്വലി അങ്ങനെ പ്രശ്നമില്ല. ഇത് മനപ്പൂർവ്വം എല്ലാ ലെവലാണിക്കുക. അല്ല സത്യമായിട്ടും അല്ല കുറച്ച് പൊസസീവ് ആവൂ, ഞാൻ അല്ല. എന്തല്ലാതെ? അതിന്റെ ആവശ്യമില്ല, കാരണം എനിക്ക് അവളൊരു വിശ്വാസമുണ്ട്. അവള് ഇപ്പം വേറെ ഒരാൾ വന്ന് ഇവളെ ഹിറ്റ് ചെയ്താലോ, ഇവള് പോയി വേറെ ഒരാളെടുത്ത് ചേട്ടാ അതിന്റെ മസിലുള്ളതെന്ന് പറഞ്ഞാലോ ഒന്നും nothing is going to happen to our relationship. You know, she has the freedom to do that. അത് അങ്ങനെയാണ് ഞാൻ. ചേട്ടന്റെ ബംപിന് സോഷ്യൽ മീഡിയയിൽ കുറേ ഫാൻസ് ഉണ്ട്. ഉണ്ടെന്നാണോ വിചാരിക്കുന്നത്, ഇല്ലെന്നാണോ വിചാരിക്കുന്നത്? ഉണ്ട്. വിചാരിക്കുന്നില്ല. ചേട്ടന് ഫാൻസ് ഉണ്ട്, ചേട്ടന്റെ ബാക്കിന് ഫാൻസ് ഉണ്ട്. ഇല്ലെന്നാ കാണിക്കുന്നത്. ഇത് ചോദ്യം മനസ്സിലായില്ല. ചേട്ടന്റെ ആസിന് കുറെ ഫാൻസ് ഉണ്ട്. തക്കുടു ഫഹദ് ഫാസിലിന്റെ പോലെ. അതെ. പക്ഷേ the funny thing is, എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ ഞാനൊക്കെ ഈ പീച്ചസ് എന്ന് പറഞ്ഞിട്ടില്ല, ഫുൾ പീച്ചസ് ആണല്ലോ. അപ്പൊ ഞാൻ ശരിക്കും എവിടെയാണ് ഇതിന് മാത്രം പീച്ചസ് എന്ന് പറഞ്ഞത്? അപ്പൊ ആൾക്കാർ എന്റെ പീച്ച് കാണാറില്ലേ എന്ന് ചോദിച്ചാൽ അന്നേരം റെഡി ആണുങ്ങൾക്ക് പീച്ച് കുറവാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞ്. സോ അതും ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആയിട്ടുണ്ട് നമ്മുടെ വീട്ടില്. ഞാൻ ജയിക്കുള്ളൂ എന്ന് എനിക്കറിയാലോ. സോ അതിലെനിക്ക് നോ അസൂയ. അത് എനിക്ക് യാതൊരു അസൂയയുമില്ല. അത് മാത്രമല്ല ഇവളുടെ ആസ് ഇസ് വൺ ഓഫ് അവർ ആസ്. ഓ മൈ ഗോഡ്. അത് ഇവള് ഷോ ഓഫ് ചെയ്യാൻ എനിക്ക് യാതൊരു വിഷമവും. ഇതൊക്കെ പാരമ്പര്യമായി കിട്ടിയ സ്വത്താ. അല്ല അത് ഞാൻ ആക്ച്വലി പിള്ളേർക്ക് ഞാൻ പറയാറുണ്ട്, ഐ ക്യാൻ ലിവ് ദേർ എന്ന് പറയാറുണ്ട് ഞാൻ. കാരണം നമ്മുടെ പാർട്ട്ണറുടെ ബോഡി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നല്ല കാര്യമാണല്ലോ. സോഷ്യൽ മീഡിയാസില് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട്. ഞാൻ വിചാരിച്ചു താങ്കൾ എന്തോ സ്റ്റേറ്റ്മെന്റ് പറയാന്ന് വിചാരിച്ചു. സോഷ്യൽ മീഡിയയിൽ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട്. ഫേക്ക് അക്കൗണ്ട്സ് ഇല്ല, ഞങ്ങൾക്കില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്കില്ല. ഓക്കെ. ബൈ മിസ്റ്റേക്ക് പാർട്ട്ണറിന്റെ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ട്. എടാ നീ എന്റെ ടൂത്ത് ബ്രഷ് എടുത്ത് ബ്രഷ് ചെയ്താ എന്തോ ഞാൻ ഇന്ന് അറിഞ്ഞത്. ഇനി മുതൽ എന്റെ ബ്രഷ് ചെയ്ത് ഒളിപ്പിച്ച് വെക്കും മനുഷ്യ. സെയിം കളർ പറ്റിപ്പോയാ പണ്ടിപ്പോഴോ പറ്റിയത്. അതിനെന്തോ കാര്യം? എന്റെ ടൂത്ത് ബ്രഷ് എന്റെ ടൂത്ത് ബ്രഷാ. ഓ ഞാനൊന്നും പറയുന്നില്ല. ടൂത്ത് ബ്രഷ് എനിക്ക് പറ്റിയ ആ കുട്ടിയുടെ മനസ്സിക്കടെ വേറെ എന്തൊക്കെയോ ക്യാമറ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ പറ്റി സംസാരിക്കാം. ബൈ മിസ്റ്റേക്ക് പാർട്ട്ണറിന്റെ ഡ്രസ് യൂസ് ചെയ്തിട്ട് അതിട്ട് പോവേണ്ടി വന്നിട്ടുണ്ട്. ഇല്ല, ഹുഡി മറ്റു പാൻസ്. പക്ഷെ ഞാൻ ഒരു വീഡിയോ അതുണ്ട്. അത് ആക്ച്വലി ഇവിടെ ഷർട്ട്സ് ലൂസ് ഷർട്ട്സ് അവൾ യൂസ് ചെയ്യാറുണ്ട്.
അപ്പോൾ അത് ഒരു റിയൽ സംഭവിച്ചതായിരുന്നു. എൻ്റെ ഒരു നല്ല ഷർട്ട് ഓവർ സൈസ് ഞാൻ ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് അവൾ എടുത്തുകൊണ്ട് പോയി. അതെനിക്ക് നമ്മുടെ മഞ്ചത്താള് മോഹൻലാൽ ഇടുന്ന പോലത്തെ ഷർട്ട് പോലെ തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു ഈ സാധനം കൊള്ളാലോ, ഇത് എനിക്ക് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഷർട്ട് ഞാൻ അടിച്ചു മാറ്റി. അല്ലാണ്ട് ബൈ മിസ്റ്റേക്ക് അങ്ങനെ എടുത്തിട്ടില്ല. പക്ഷെ ആ റീല് ചെയ്ത ആക്ഷൻ നമ്മൾ വേറെ ഒരു ഇംഗ്ലീഷ് റീല് കണ്ട് അതിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ തോന്നിയായിരുന്നു അതെടുത്തത്. അത് ഇട്ടിട്ട് വളരെ സീരിയസ് ആയിട്ടായിരുന്നു അതിനകത്ത് അവസാനം ദേഷ്യപ്പെടുന്നത്. എനിക്ക് എന്നെ ചിരി വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതൊക്കെ ഇട്ട് നിന്ന് സീരിയസ് ആയിട്ട് മിണ്ടർ നിൽക്കുമ്പോഴേ. പക്ഷേ അത് ഫൺ റീൽ. റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ഉപേക്ഷിക്കാൻ തയ്യാറാണ്? അതൊരു പണി വരുന്ന ചോദ്യമാണ്. എന്ത് ഉപേക്ഷിക്കാനോ? റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ എന്ത് ഉപേക്ഷിക്കാൻ തയ്യാറാണോ? പക്ഷെ അത് ഇവിടെ പ്രയോഗിക്കാൻ പറ്റുമോ? അത് മിക്കവാറും ഇങ്ങനെ വെക്കേണ്ടി വരും. ഞാൻ ഇങ്ങനെ വെക്കേണ്ടി വരും. അതായത് ഹാവും ഹാവ് നോട്ടിന്റെ ഇടയ്ക്കായിട്ട്. അന്ന് എന്തൊക്കെ ഉപേക്ഷിക്കാം? റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ എന്ത് ഉപേക്ഷിക്കാം? നല്ല ചോദ്യമല്ലേ? ട്രൈ ചെയ്യാമെന്ന് പറയാം. ഇപ്പൊ എനിക്ക് എന്റെ സ്വഭാവത്തിൽ ഇഷ്ടമല്ലാത്ത കാര്യങ്ങള് അത് ടെനിയെ നന്നായി ചൊറിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാണ്ടിരിക്കാനായിട്ട് എനിക്ക് ശ്രമിക്കാം എന്നുള്ള വാക്കേ പറ്റുള്ളൂ. അത് ഞാനായിട്ട് അത് മാറ്റി ഞാൻ അങ്ങ് നന്നാവും എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അത് എന്റെയും സ്റ്റാൻഡ് അതാണ്. അത് കാരണം നമ്മൾ തമ്മിൽ ഇപ്പോഴും അടി കൂടാറുണ്ട് ചില കാര്യങ്ങളിൽ. ചിലപ്പോ ഞാൻ കുറച്ചുകൂടി അതൊരു മയമായിട്ടായിരിക്കും എനിക്ക് ദേഷ്യം വരുമ്പോഴല്ല, അല്ലാണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ പറയുക. പക്ഷെ ടെനി അത് വളരെ ഡിറക്റ്റ് ഓൺ ദ പോയിന്റ് ആയിട്ട് പറയും. അപ്പം ഞാൻ പറയും ദാറ്റ് വാസ് വെരി റൂഡ് എന്ന് പറയും. അപ്പോൾ അന്നേരം അത് ഞാൻ പറയാം ആ റൂഡ്നെസ് അല്പം കുറച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഹീസ് ഓൾവേസ് ലൈക്ക് ഐ ട്രൈ ടു വർക്ക് ഓൺ ഇറ്റ്. ആ ഒരു വർക്ക് ഓൺ ഇറ്റേ ഉള്ളൂ. അതല്ലാണ്ട് ഐ ഗ്യാരണ്ടി ടു എന്ന് നമുക്ക് ആർക്കും ഒന്നിനും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. സോ ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദോസ് തിങ്സ്. ഞാനും ഐ ഡോണ്ട് തിങ്ക് നമുക്കിപ്പോൾ നമ്മുടെ ഒരു എല്ലാം ഗിവപ്പ് ചെയ്ത റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു ഐ ഡോണ്ട് അലൈൻ വിത്ത് ദാറ്റ്. കാരണം നമ്മുടെ റിലേഷൻഷിപ്പിന് വേണ്ടി എല്ലാം ഗിവപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മളല്ലാതായി പോകും. സോ യു ഹാവ് ടു ബി യുവർ സെൽഫ്. എന്നാലേ നമുക്കൊരു റിലേഷൻഷിപ്പിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ തമ്മിലുള്ള ഡിഫറൻസസ് നമുക്ക് മനസ്സിലാക്കാനും റെസ്പെക്ട് ചെയ്യാനും പറ്റണം. സോ ഇല്ല, ഐ ഡോണ്ട് തിങ്ക് ഐ ഗിവ് അപ്പ് എവറിത്തിങ് ഫോർ ദ റിലേഷൻഷിപ്പ്. ഓക്കെ. വഴക്കിട്ട് പരസ്പരം ബ്ലോക്ക് ചെയ്തിരുന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലോ? സോഷ്യൽ മീഡിയ നമുക്ക് ഒരേ അക്കൗണ്ടേ ഉള്ളൂ. സോ അത് വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല. എന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലോക്കിംഗ് അല്ല, ഞാൻ കോൺസ്റ്റന്റ്ലി പിന്നെ റിങ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഫുൾ ഞാൻ അങ്ങ് ഇഗ്നോർ ചെയ്യും. അല്ലാണ്ട് ബ്ലോക്കിംഗ് പരിപാടി ഒന്നുമില്ല. ഓക്കെ, അടിപൊളി. മാരേജിന് ശേഷം ഓൾഡ് എക്സിനെ കണ്ടിട്ടുണ്ടോടാ? എന്റെ ഞാൻ ആരെങ്കിലും കാണിച്ചു തന്നിട്ടുണ്ടോ? അല്ല, നിന്റെ ക്രഷസിനെ കണ്ടിട്ടുണ്ട്. ക്രഷസിനെ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കണ്ടിട്ടില്ല. ഐ മീൻ ഫോണിൽ കണ്ടിട്ടുണ്ട്. നീ സംസാരിച്ചിട്ടുണ്ടോ? ക്രഷസ് നേരെ കണ്ടിട്ടില്ലേ? ഇല്ല. അല്ല, എക്സ് കണ്ടിട്ടുണ്ട്. നേരിട്ട് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടേ ഉള്ളൂ. നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ സംസാരിച്ചിട്ടുണ്ട്. എത്ര എക്സുകൾ ഉണ്ടായിരുന്നു? എത്ര പേര് തേച്ചിട്ടതാണ് ഞങ്ങളെ? പറഞ്ഞു കുറച്ച് പേരുണ്ടായിരുന്നു, അധികം ഇല്ല. എന്നാലും ഒരു 6 പേരല്ലേ? 6 കുറച്ചധികം ഡാഡി. ഇല്ല, എണ്ണി നോക്കി. അതൊരു 3 പേരൊക്കെ എക്സ് എന്ന് പറയാനുള്ളൂ. പിന്നെ ക്രഷ്, ഷോർട്ട് ടേം അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് എക്സുകളില്ല. ഞാൻ ഒന്നുണ്ട്. ഇല്ല അല്ലേ? എക്സുകൾ ഇല്ല. എല്ലാ ഷോർട്ട് ടേം റിലേഷൻഷിപ്സേ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോഴും എന്നോട് പറഞ്ഞത്. എനിക്ക് വിശ്വാസമൊന്നുമില്ല. അല്ല, സത്യം പറഞ്ഞാൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാനൊരു ഭയങ്കര ചൊറിയനായിരുന്നു. എന്ന് വെച്ചാൽ പെണ്ണുങ്ങളിങ്ങനെ സുഖിപ്പിച്ച് സംസാരിക്കുന്ന ഒരു പേഴ്സൺ അല്ല ഞാൻ. അപ്പം ഒരാളുടെ അടുത്ത് റൊമാൻറ്റിക് ആണെങ്കിൽ നമ്മൾ ആദ്യമേ അവരെ കൂടെ ഒന്ന് ഇരുന്ന് അവരെ സുഖിച്ച് ഇങ്ങനെ പുകഴ്ത്തിയൊക്കെ ആക്കിയെടുക്കണമല്ലോ. അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഗേൾ ഫ്രണ്ട്സ്, നോട്ട് ഒരു റിലേഷൻഷിപ്പ് ഗേൾ ഫ്രണ്ട് അല്ല, ജസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ അവരെല്ലാം ഒരു ആണിനോട് സംസാരിക്കുന്ന ഇതിലേ അവരുടെ അടുത്തും പെരുമാറാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് നല്ലൊരു ഫ്രണ്ട് സർക്കിളുണ്ട്, ബട്ട് റിയലി നോട്ട് എ ഗേൾ ഫ്രണ്ട്. ഇനി ഇത് കണ്ടു കഴിയുമ്പോൾ കണ്ടോ ആരെങ്കിലൊക്കെ താഴെ കമന്റ് ബോക്സിൽ ഇടും, നീ എന്നെ ഓർക്കുന്നില്ല, ഇന്നലെ കൂടി മിണ്ടിയതാണ്. ആക്ച്വലി ചിലപ്പം ചില ഈ അടുത്ത ഒരുത്തനല്ല ഒരു പെണ്ണ് അതിന്റെ കമന്റ് ഇട്ടിരുന്നു, എന്നെ അന്ന് അവിടെ കണ്ടത് ഓർക്കുന്നില്ലേ, റിമെമ്പർ ദാറ്റ് നൈറ്റ് വി സ്പെൻഡ് ടുഗദർ. ഞാൻ കണ്ടില്ല. ഞാൻ വെറുതെ തമാശക്കിട്ടതാ, സോറി ഫോർ ദ കമന്റ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ കാണാത്ത ഭാഗ്യം, അല്ലെങ്കിൽ അന്ന് പൂരായിട്ട് അറിയാതെ നീ എപ്പോ എന്റെ രാത്രികളിൽ
നീ ഒരുപക്ഷെ ഉറങ്ങുമ്പോ ഓക്കെ. ഒന്നിച്ച് സിനിമയിൽ ആക്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് പാർട്ട്നേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാനാണോ അല്ലെങ്കിൽ? അല്ല, ഞാൻ നായികയായിരിക്കുമല്ലോ. തക്രൂനകത്ത് വേറെ എന്തെങ്കിലും ചെറിയ റോൾ എന്തെങ്കിലും ആയിരിക്കും അല്ലേ? തേടും ദൂരെ നിന്ന് നോക്കുന്ന നായികയൊക്കെ കൊടയൊക്കെ പിടിച്ചിങ്ങനെ നടക്കുന്ന എന്റെ കാർ ഡ്രൈവറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരാം. നമ്മള് റീൽ എടുക്കുമ്പോ തക്കുടിനെ കൊണ്ട് ഡയലോഗ് പറയിപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് ഗൈസ്. തക്കുടു ഡയലോഗ് അത് പ്രത്യേകിച്ച് മലയാളത്തിൽ വല്ല കട്ടിയുള്ള വാക്കുകളൊക്കെ ആണെങ്കിൽ ഫുൾ തെറ്റിക്കും. പിന്നെ നമ്മളത് റിപ്പീറ്റ് എടുത്തെടുത്തെടുത്ത് അതിന്റെ കുറെ ബ്ലൂപ്പേഴ്സ് നമ്മൾ പ്രത്യേകിച്ച് ഈ മൂവി ഡയലോഗ്സ് ഒക്കെ നമ്മള് മകപ്പ് ചെയ്യേണ്ടതാണെങ്കിൽ പുള്ളി അത് തെറ്റിക്കും എന്നുള്ളതാണ്. അപ്പൊ പിന്നെ നമ്മള് ചൊറിഞ്ഞു വരും നമുക്ക്. പക്ഷെ നമ്മള് പിന്നെ അത് ക്യാച്ചപ്പ് ചെയ്യും അല്ലേ തൊട്ടു. ഇപ്പൊ ചില ഡിഫിക്കൽട്ട് വേർഡ്സ് ഒക്കെ നമുക്ക് പാടാം. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ ആക്ടിങ് ക്വസ്റ്റ്യൻ ഒരുമിച്ചും ആക്ട് ചെയ്യണമെന്നുണ്ട്. അല്ലാതെ ഐ വോണ്ട് ഹർ ടു ആക്ച്വലി ആക്ട് വിത്ത് അതർ പീപ്പിൾ ടു. അടിപൊളി, സൂപ്പർ. ഇനി ഒരു റൗണ്ടും കൂടി ഉണ്ട്. മനപ്പൊരുത്തം എഴുതിയാ മതി. ചെയ്യടാ, റൂൾ ഒന്നും കൂടി പറഞ്ഞുതരാം. ആക്ച്വലി ഞാൻ മനപ്പൊരുത്തത്തിൽ ആസ് യൂഷ്വൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇന്നാളുടെ ഫേവറേറ്റ് ഇങ്ങനെ ചെയ്ത ഓരോ സാധനങ്ങൾ ആൻസേഴ്സ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് ഉണ്ട്. കറക്റ്റ് അല്ല എങ്കിൽ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ആണ് കറക്റ്റ് ആൻസർ എങ്കിൽ തെറ്റായ ആളുടെ അടുത്ത് നമുക്ക് ട്രൂത്ത് ചോദിക്കാം. ഇതുവരെ ചോദിക്കാത്ത എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ആക്ച്വലി ഈ സെഗ്മെന്റ് ആദ്യമായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങളെ വെച്ചിട്ടാണ്. ഇനി നമ്മൾ തമ്മിൽ അടിച്ചു പിരിയാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടായത് ഇതേ കുട്ടി അന്വേഷിച്ചു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യമായിട്ട് ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ചേട്ടൻ ചേച്ചിക്ക് വാങ്ങി തന്ന ഗിഫ്റ്റ്? ഇത് കുറേ എന്തോന്നില്ല എഴുതാൻ എത്ര ഗിഫ്റ്റ് കിട്ടി എനിക്കൊരു ഓർമ്മയില്ല. ഓക്കെ, പറയൂ എന്താണ് ഞാൻ മേടിച്ചത്? ഫ്ലവേഴ്സ്. ഓക്കെ, ഫ്ലവേഴ്സ് ആൻഡ് എ ഡിന്നർ. ഇത് കളത്തരട്ടാ. ഇത് അവിടെ കണ്ടിട്ട് കാരണം ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യത്തെ ആനിവേഴ്സറിക്ക് എനിക്ക് തോന്നുന്നു ഇവന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കും ഇവരൊന്നും പ്ലാൻ ചെയ്യുന്നില്ലേ, എന്താ ഇതൊന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് നമ്മൾ ഞാൻ അടി കൂടാൻ ഇത് കൺഫ്രണ്ട് ചെയ്യണോ അതിന് വേണ്ടോ എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് അല്ലേ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് വന്ന സർപ്രൈസ് ഡിന്നർ ഒക്കെ ആയിട്ട്. ഓക്കെ, നിങ്ങൾ മാരേജിന് മിന്നെ ഇട്ടില്ലേ? മിന്നെ ആ ടൈമില് ചേച്ചി വേറെ ചെയ്തിരുന്ന ബ്ലൗസിന്റെ കളർ? ബ്ലൗസിന്റെ കളർ. ഓക്കെ, അത് കളർ എന്താന്ന് ചോദിച്ചാൽ ഒരു കറക്റ്റ് കളർ എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ ഞാൻ എഴുതാൻ പോകുന്ന ഒരു കളർ എനിക്ക് ഓർമ്മ, ഐ മീൻ ഇതാണ് ഞാൻ എഴുതാൻ പോകുന്നത്. മജന്ത ഞാൻ എഴുതിയിരിക്കുന്നത്. ഞാനും മജന്ത. ഒന്നും നടക്കുന്നില്ലല്ലോ. ഓക്കെ, ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ട്രസ്? ഫേവറേറ്റ് മലയാളമാണോ? ഒരാളല്ല ഫേവറേറ്റ് ഉണ്ടാവും. ഓക്കെ, ഇന്ത്യൻ മൂവിയുടെ ഡാഡി ക്ലൂ കൊടുക്കരുത്. ഈ ആക്ട്രസിനെ പറ്റിയാണ് പറയാനുള്ളത്. കൊടുക്കാൻ പാടില്ല. ഇല്ല, മിന്റെ ഇങ്ങോട്ട് തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ക്ലൂ ഒന്നും ചോദിക്കാൻ പാടില്ലല്ലേ? ഷോ. ഓ, ഞാൻ സനിയാണ് എഴുതിയിട്ടുള്ളത്. നീ എപ്പോഴും അത് ഭയങ്കര ഞാൻ ഐശ്വര്യറായെ പറ്റി എന്തെങ്കിലും കുറ്റം പറയുമ്പോ നീ അല്ല 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 എന്ന് പറഞ്ഞ അടി കൂടാറില്ലേ? പക്ഷെ ഞാൻ അങ്ങനെ പലതും പറയാറില്ലേ. ഇത് റീസൺ ക്രഷ് ആണ് ഈയിടെയാണ് അറിഞ്ഞത്. ആക്ച്വലി ഇന്നലെ സനിയ അയ്യപ്പൻ ഞാൻ 2 ദിവസം മുന്നെയാണ് അറിഞ്ഞത് ഗൈസ്. എങ്ങനെ അറിഞ്ഞേ? അത് ആക്ച്വലി ആരോ ഏതോ ബീച്ചില് വർക്കലയോ ക്ലിഫോ അവിടെ എവിടെ പോകണം എന്ന് പറഞ്ഞു നമ്മളോട് സജഷൻ പറയായിരുന്നു. അപ്പൊ പറഞ്ഞു പിന്നെ സനിയായപ്പൻ അവിടെ പോയി ബീച്ച് ബിക്കിനി ഫോട്ടോസ് ഒക്കെ ഇട്ട പോലെ നിങ്ങൾക്ക് എടുക്കാലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പിന്നെ അവള് ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഞാൻ നോട്ടെ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ അങ്ങനെ ഒരു ക്രഷ് ഉണ്ടെന്ന്. പറഞ്ഞില്ലല്ലോ ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, അപ്പം ചേച്ചിക്ക് ചേട്ടനോട് ചോദിക്കാം. തക്കടു നീ ഇനിയെങ്കിലും സത്യം പറ, നിനക്ക് കോളേജിൽ എത്ര ലൈൻ ഉണ്ടായിരുന്നു? ഇപ്പൊ കള്ളം പറയാൻ പറ്റത്തില്ല, നീ സത്യം പറഞ്ഞേ പറ്റും. ഞാൻ മസ്താനി തൊട്ട് സത്യം പറയാം. എനിക്ക് ലൈൻ ഇല്ലായിരുന്നു.
അതിനിപ്പോ വിശ്വസിക്കാം. എന്തെങ്കിലും പറ്റിപ്പോയൊന്നും പറയല്ലേ, പലതൊക്കെ സത്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് ജീവിക്കണം. ഓക്കെ, ചേച്ചിയുടെ ഫസ്റ്റ് ക്രഷിന്റെ പേര്? അയ്യോ പേരെഴുതണ്ട, അത് ആ കുട്ടി അറിയും, ആ കുട്ടി അറിയും. ലെറ്റർ പേരെഴുതിയാ പോയി. ഇത് അവൻ പോലും അറിഞ്ഞിട്ടില്ല. ഞാനറിയാതെ ഞാനൊരു ക്രഷായി പോലെ അയ്യോ ഈശ്വരന്മാരെ, ഇനിയിപ്പൊ കുറ്റസമ്മതം നടത്താം. ഇന്നിനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവനെ വിളിച്ച് പറയാം. മേഡം വിളിച്ച് തൊട്ട് വരുന്നത്. നല്ല രസം. ആ ഒരു പേര് പറയുമ്പോ മാത്രം വേറെ എന്തുണ്ടെങ്കിലും പോസിറ്റീവ്നെസ് ഇല്ല. പുള്ളി പെട്ടെന്ന് മതിട്ടോ, അധികം ഒന്നും അവനെ പറ്റി സംസാരിക്കണ്ട കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇപ്പോഴും ചായ വേണമെന്നൊരു സംശയമുണ്ട് എനിക്ക്. സത്യം ഇല്ല, അല്ല പക്ഷേ ഫസ്റ്റ് ക്രഷിനോട് നമുക്കൊരു സ്പെഷ്യൽ ക്രഷ് ആയിരിക്കില്ലേ? ചിലപ്പോ അതായിരിക്കും. എനിക്ക് ലാസ്റ്റ് ക്രഷ് സ്പെഷ്യൽ. ഇതിലിപ്പോ ഏത് ലാസ്റ്റ്, എത്ര ലാസ്റ്റ് ഇങ്ങനെ വരും എന്നുള്ളതാണ്. അടുത്ത ആഴ്ച ആവുമ്പോഴേക്കും അടുത്ത ലാസ്റ്റ് വന്നു. അതല്ലേ? ഓക്കെ ചേച്ചി, ഇതവൻ അറിയും. തോമസ്. അങ്ങനെ അവൻ ഫേമസ് ആയിരിക്കുന്നു. ഇതിപ്പോ അവൻ അറിഞ്ഞില്ലെങ്കിൽ എന്റെ ക്ലാസ്മേറ്റ്സ് അവനെ വിളിച്ചറിയിക്കും ഇത്. തോമസ് നീ എവിടെയാണ്? അയ്യോ, മാരീഡ് ആണോ തോമസ്? അയ്യാ, പക്ഷെ സ്കൂള് മുഴുവൻ അവനോടായിരുന്നു ക്രഷ്. അപ്പൊ പിന്നെ ഞാൻ മാത്രല്ല. കുഴപ്പമില്ല. ഇനി അത് പെട്ടിങ്ങടക്കിൽ തന്നെ ഇരിക്കില്ലെങ്കിൽ വരും കേട്ടോ. നിന്റെ അഡ്രസ് ഫോൺ നമ്പർ മാറ്റേണ്ടി വരും. സത്യം. ഓക്കെ, ചേച്ചിക്ക് ഏറ്റവും ഇപ്പം തങ്കമ്മ, കുച്ചിപ്പുടിയോ എന്താണ്, കുടിച്ചാമി, ഇത് കൊച്ചാപ്പിന്ന് വിളിക്കണമല്ലേ? അങ്ങനെ കൊറേ പെറ്റ് നെയിംസ് ഉണ്ട്. അതിൽ ചേച്ചിക്ക് ഏറ്റവും വിളിക്കുന്നത് കേൾക്കാൻ ഇഷ്ടം ഏത് പേരാണ്? പേരാണ് ഇത്രമാത്രം എഴുതാനായിട്ട്. കുടിച്ചാമിയാണ് ഞാൻ എഴുതിക്കണത്. ഞാൻ എഴുതിയ മാംസിക്കൽ. ചേച്ചിക്ക് ഇഷ്ടമല്ലേ? ചേച്ചി ചോദിക്കും. ഓക്കെ, അടുത്തത് ഞാനാണോ ചോദിക്കേണ്ടത് വീണ്ടും? ചോദ്യം തക്കടു, നിനക്ക് എപ്പോഴെങ്കിലും എന്നോട് അടി കൂടെ തോന്നിണ്ട് ഇവളെ കെട്ടണേന് വരെ അവളെ കെട്ടിയാൽ മതിയായിരുന്നു എന്ന്? ആരാടാ അത്? വേറൊരു വ്യക്തിയല്ല, നിന്നെ കെട്ടണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട്. തക്കടു സത്യം പറയണമല്ലോ. നീ ഇന്ന് വീട്ടിലേക്ക് തന്നെയല്ലേ? നമ്മളെ സ്വഭാവം ഇവിടെ ആലോചിച്ച് പോകത്തില്ലേ? അത് പറ്റില്ലേ? അത് എനിക്കാ പറ്റുള്ളൂ. എനിക്ക് ആലോചിക്കാം അങ്ങനെ. നിനക്ക് അങ്ങനെ ആലോചിക്കാൻ നിനക്ക് അവകാശമില്ല. തക്കടു ഞാൻ ആലോചിക്കത്തില്ല. ഇത് കാണും ചേട്ടന്റെ ഗേൾസ് ഫ്രണ്ട്സ് ഒക്കെ. ഓക്കെ, ചേട്ടന് ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഫുഡ്, ചേച്ചി കുക്ക് ചെയ്യുന്നതിൽ? ഞാൻ കുക്ക് ചെയ്യുന്നത് ചേട്ടന് കഴിക്കാൻ ഇഷ്ടമുള്ളത്. ഫേവറേറ്റ് കുക്ക് ചെയ്യാറുണ്ടോ? കുക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ കുക്ക് ചെയ്യുന്ന പല സാധനങ്ങളും പുള്ളിക്ക് ഇഷ്ടമാണ് താനും. അതിൽ എന്ത് ഞാൻ കൊടുക്കണം, എന്താണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? അപ്പം അയ്യോടാ, ഞാൻ ബിരിയാണി എഴുതി. ഞാൻ അപ്പം എഴുതി. എനിക്ക് തോന്നി ചിലപ്പോ അപ്പായിരിക്കും. ശരിക്കും ഏതാ ഇഷ്ടം? ചേട്ടനല്ല ഇഷ്ടം? ചേട്ടന് അപ്പല്ല ഇഷ്ടം? അപ്പൊ തിരിച്ചു വയ്ക്കാം. സിമ്പിൾ ബട്ട് പവർഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കൂ. നിന്റെ ആദ്യ ക്രഷുമായി നടന്ന ചില രഹസ്യങ്ങൾ. എനിക്ക് അതിനെ ചൊല്ലി നമുക്ക് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് പാടില്ല. അതൊന്നും പറഞ്ഞ കാര്യമില്ല. ഐ ക്യാൻ അല്ലേ? അത് അങ്ങനെ എനിക്കായിരുന്നല്ലോ അങ്ങോട്ട് ക്രഷ്. അത് അവനെ അറിയത്തും കൂടി ഇല്ലായിരുന്നല്ലോ. പക്ഷേ എനിക്ക് ആക്ച്വലി എപ്പോഴെങ്കിലും ചോദിക്കണമെന്നുണ്ട് അവനോട്, എടാ നിനക്ക് എപ്പോഴെങ്കിലും എന്നോട് ക്രഷ് ഉണ്ടായിട്ടുണ്ടോന്ന്. അതല്ല ക്വസ്റ്റ്യൻ, നടന്നതെന്തെങ്കിലും? നടന്നൊന്നുമല്ല. ഒരു വട്ടം ഞാൻ ഓർക്കണ്ടേ, അവൻ മിക്കപ്പോഴും വിളിക്കുകയായിരുന്നു വീട്ടിലേക്ക്. നമ്മൾ പഠിത്ത കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യാൻ. എന്നാലും പ്രാവശ്യം അപ്പം ദേഷ്യപ്പെട്ടു. ഇവൻ എന്തിനാണ് എന്തുമായിട്ട് തന്നെ വിളിക്കണേന്ന് ചോദിച്ചത്. അതാണ് എനിക്ക് റൈറ്റ് ഓഫ് ദ ബാറ്റ് ഓർമ്മ വന്നത്. Boring, eh? Really boring. What a boring wife, eh? What a boring wife. Okay, next question. Move on. ചേച്ചി
ചേച്ചി ഒരു ആനിമൽ ആണെങ്കിൽ ഏത് ആനിമൽ ആകണം എന്നാണ് ചേട്ടന്റെ ആഗ്രഹം? ജസ്റ്റ് ഒരു ഗസ് ചെയ്ത് എന്തായാലും തെറ്റും. ചേച്ചി ഒരു ആനിമൽ ആയതെങ്കിൽ ഏതാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ ചേട്ടന്റെ ആഗ്രഹമാണ്. തെറ്റണം എന്നാലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുള്ളൂ. പപ്പി. പപ്പി, ഓ, കാരണം ഞാൻ പറയാറുണ്ട്, ആക്ച്വലി ജോലിക്ക് പോകുമ്പോൾ രാവിലെ ഇടയ്ക്ക് പറയാറുണ്ട്, നീ ഒരു ചെറിയ പട്ടിക്കുട്ടി ആയിരുന്നെങ്കിൽ ഞാൻ പോക്കറ്റിലിട്ടുകൊണ്ട് പോയേനെന്ന് പറഞ്ഞു. അയ്യടോ. പൊക്കുന്നില്ല. ഓക്കെ ചേച്ചി നിങ്ങളുടെ പ്രൈവറ്റ് മൊമെന്റ്സില് മടിക്കാതെ ചോദിക്കോ? ചേട്ടന് ഈശ്വരാ. പ്രൈവറ്റ് മൊമെന്റ്സിൽ ചേട്ടൻ ചേച്ചിക്ക് പാടി തരുന്ന ഒരു പാട്ട്. അയ്യ അത്ര ഉള്ളോ? പോണ പോക്ക് മൂടങ്ങ് പോയി, ഫ്ലോ അങ്ങ് പോയി. നശിപ്പിച്ചു. നിങ്ങളെ തന്നെ പറ്റിച്ചില്ല എക്സിന്റെ കാര്യം പറഞ്ഞിട്ട്. പാട്ടോ ഉണ്ടല്ലേ? ഉണ്ടോ തക്കടു? നീ പാട്ട് പാടാറുണ്ടോടാ? പ്രൈവറ്റ് മൊമെന്റ്സിൽ പാടാറില്ല പാട്ട്. ധൈര്യമായിട്ട് ചോദിക്കുക. പാട്ട് പറ. പാട്ട് ഓ പാട്ട് തക്കടു പാടാറില്ല കേട്ടോ. ഏതാ? ഞാനൊരു പാട്ട് പാടത്തില്ല, പക്ഷെ ഇങ്ങനെ മൂളും അവളുടെ ചെവിയിൽ. അതേതാ മൂളിപ്പാട്ട്? ഏത് പാട്ടും ആവാലോ മൂളിപ്പാട്ട്. ഞാൻ എഴുതിയ ജാനമായിരുന്നു. ജാനം ഞാൻ പാടാറില്ലല്ലോ. അവർ രണ്ടുപേരും തെറ്റാ. പാട്ട് പാടാറില്ല ആക്ച്വലി. ഇല്ല. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. പാട്ട് ഇട്ട് നമ്മൾ ആസ്വദിക്കാറുണ്ട്, അല്ലാണ്ട് പാട്ട് നമ്മളായിട്ട് പാടാറില്ല. എന്നാലും തെറ്റില്ലേ? എനിക്ക് ചോദിക്കും, രണ്ടുപേരും ചോദിക്കും ഒരു ചോദ്യം. ചോദിച്ചാ പോരട്ടെ? ക്വസ്റ്റ്യൻ ചോദിക്കുക. ക്വസ്റ്റ്യനോ? ഇനിയിപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ളതാണ്. തക്കുടൂന്ന് എനിക്ക് ഇന്ന് മേടിച്ചു തരാൻ താല്പര്യമുള്ള ഒരു ഗിഫ്റ്റ്. നിനക്ക് Surprise gift. താല്പര്യമുള്ള സർപ്രൈസ് ഗിഫ്റ്റ്. ഇപ്പൊ സർപ്രൈസ് അല്ലാണ്ട് പറഞ്ഞോളൂ. പ്രത്യേകിച്ച് ഞാൻ തന്നെ ഇല്ലെങ്കിൽ ഞാൻ പറയാം. മേ ബി എ ന്യൂ കാർ. വേണ്ടേ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. തക്കുട് ഞാൻ അറിയാതെ ഏതെങ്കിലും പെണ്ണുങ്ങളെ ടെക്സ്റ്റ് ചെയ്യാറുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര സംശയമുണ്ട്. നിന്റെ ഫോൺ തപ്പണം, അതല്ല നിന്റെ എക്സ് ഗേൾ ഫ്രണ്ട്സിന്റെ പേര് അറിയണം, ഇതെല്ലാം അറിയണം. അന്ന് അടുത്ത സെഗ്മെന്റ് ബോട്ട്സ് ഇൻ തക്കുടു സ്പോട്ട്. തക്കുടെ ഫോൺ തുറക്കും. എങ്ങനെയുണ്ട്? ഞാൻ ചേച്ചി ഇവിടെ വന്നിരിക്കുന്നു. ആ സെഗ്മെന്റ് നമുക്ക് ബഹിഷ്കരിക്കണം. തക്കുടുവിന് ഈ തക്കുടുവിൽ ഇഷ്ടപ്പെട്ട ഒരു ബോഡി പാർട്ട് ഫേവറേറ്റ്? ഇഷ്ടായോ ചോദ്യം? ഫ്രണ്ട്സിന് ഇഷ്ടായി. അത് തന്നെയാണ് എനിക്ക് തോന്നി. എനിക്ക് ഇനി നാളെ വരാൻ പോണ കമന്റ്സ് വേറെ ആയിരിക്കും കേട്ടോ. മസ്താനിയും ജിയും തമ്മിൽ എന്ത്? മസ്താനിയുടെ കണ്ണ് എവിടെയാണ്? എന്താണ് ഇഷ്ടം? നമ്മള് ഫേമസ് ആയി. മസ്താനി നമ്മളെക്കാൾ ഫേമസ് ആയി. അതല്ലേ, മസ്താനി ഞാനും ഫേമസ് ആയി. ഓക്കെ ബൈ. ഞാൻ ഹാപ്പി ആയിരിക്കും. അടുത്ത ദിവസം മസ്താനി കൊണ്ട് നടക്കത്തില്ല, മതി എനിക്കിതിന് ഇനി വേണ്ടാന്ന്. ഇത് തന്നെ എല്ലാരും പറയാറില്ല. ആരും കൊണ്ടായാലും 2 ദിവസം കഴിയുമ്പോ തിരിച്ചു കൊണ്ടു തരും. ആണോ? എന്തായിരിക്കും അങ്ങനെ? നിന്റെ കയ്യിലിരിപ്പ് അത് ചേച്ചിന് സഹിക്കാൻ ചേട്ടന് മാത്രമേ പറ്റുള്ളൂ. അത് സത്യം കേട്ടോ, സത്യ. ആദ്യമായിട്ട് ആഫ്റ്റർ മാരേജ് ചേച്ചി കുക്ക് ചെയ്താന്നൊരു ഫുഡ്. കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഇവരുടെ മുഖത്തൊരു സന്തോഷം, അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ചിക്കൻ കറി ഞാൻ എഴുതിക്കണം. ഞാനും ചിക്കൻ കറി എഴുതിയ, കാരണം ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയുള്ളൂ. ആകെ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു ഐറ്റം അന്ന് ഉണ്ടായിരുന്നത് ചിക്കൻ കറി ആയിരുന്നു. ചോറ്, ചിക്കൻ കറി. അത് വെച്ച് കുറച്ച് മാസങ്ങൾ ഞാൻ ഓടിച്ചു. ഓക്കെ, ഈ തക്കുടുവിന് ചേച്ചിയിൽ ഇഷ്ടമല്ലാത്തൊരു ചേച്ചിക്ക് തക്കുടുവിൽ ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടർ, ഒരു സ്വഭാവം. ഓ, അങ്ങനെയാണെങ്കിൽ കുറേ ഒരുപാടുണ്ട്. ഇഷ്ടമല്ലാത്ത സംഭവം എനിക്ക് 2 എണ്ണം എഴുതേണ്ട വരുവേ. ഒരെണ്ണം പറഞ്ഞാൽ മതി. കിട്ടിയാ? എന്താടാ നീ എഴുതി? ഞാൻ സൗണ്ട്സ് while chewing അത് ഞാൻ എഴുതിയതാ. ഞാനിപ്പോ ഈ സ്ക്രാച്ച് ഓഫ് ചെയ്ത് കളഞ്ഞ്. അയ്യോടാ, റൂട്ട്നെസ്സും പിന്നെ സ്ക്രാച്ച് ചെയ്ത അതായിരുന്നു. അപ്പൊ ചേട്ടന് കറക്റ്റാ. ചേട്ടൻ ചോദിക്കും, നല്ല ചോദിക്കും.
കൂടുതൽ എപ്പോഴെങ്കിലും എന്നെ കല്യാണം കഴിച്ചാൽ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? പിന്നെ ഏഹേ. നല്ല അടി കൂടുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ 5 മിനിറ്റ് കഴിയുമ്പോൾ അത് മാറും. ആ നശിപ്പിച്ച്. Okay, എത്ര questions ആയി? നമ്മളിപ്പോ എത്രയായി? 11. എത്രണ്ണം കറക്റ്റ് ഉണ്ട്? 1 2 ഇത് തെറ്റി 4 തെറ്റി ഇത് ശരി. ഇതിനൊരു ആൻസർ എന്ന് പറയാനില്ലായിരുന്നു. 5 ശരിയാണോ? ഇത് ശരി. 6 ശരി. So we got 1 2 3 4 5 6. അവസാനത്തെ 7 ഏകദേശം ആയിരുന്നു ഞാൻ സ്ക്രാച്ച് ഓഫ് ചെയ്തത്. അപ്പം 7 6 6 6 out of 11. ആ നമ്മൾ ജയിച്ചു. ഇല്ല കുറവാ. 11-ൽ 7 പൊരുത്തമുള്ളതൊക്കെ ഓക്കെ കൊള്ളാം 7 വരുത്തുണ്ട്. നല്ലയാ സൂപ്പർ ഗൈസ്. ഇവർ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. ഓക്കെ ആക്ച്വലി ഇവർ മാത്രമല്ല ഇവരുടെ കൂടെ കുട്ടികൾ വന്നിട്ടുണ്ട് അല്ലേ? നമ്മളെല്ലാവരും വീഡിയോസിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ 2 പേരും വന്നിട്ടുണ്ട്. നമുക്ക് അവരെയും കൂടെ വെൽക്കം ചെയ്യാം. Yes, guys. Come on. Hi, Maji. Okay, hi guys. Hi. Hi. Okay, what's your name? Grace. Grace. Eli. Ilan. Eli. Ila. Eli. Eli. Okay, nice name. Nalla hairstyle. What do you say? Thank you. Why does everybody say it's a hairstyle? It's not. It's just my Everybody regular likes my hair. Not It's really. just Why? my regular hair. It's not. It's a just my hairstyle. regular hair. But it looks so cute. What do you say? Thank you. You look so cute. I like your smile. Why are you blushing? Okay, no, മിണ്ടുന്നില്ല. മിണ്ടോ? സംസാരിക്കോ? Eli. What do you want to say something? No. Not interested എന്നൊക്കെ മനസ്സിലായി. ഏതായിട്ടാണോ? Eli got a new girlfriend. Okay, hi Grace. Hi. എങ്ങനെയുണ്ട് പപ്പയുടെ മമ്മയുടെ ഒക്കെ വീഡിയോസ് കാണാറുണ്ടോ? Yeah. It's okay. You like the videos? Yeah. Okay. Friends ഒക്കെ എന്താ പറയാ? Like your friends will watch their videos? No. No? No. Okay, ഗ്രേസ് എനിക്ക് തോന്നുന്നു വീഡിയോസിൽ ഇവർ കൂടുതലും വരാറുണ്ട് ചില വീഡിയോസിലേക്ക്. അപ്പം പപ്പയും മമ്മയും നിങ്ങൾ വിളിക്കോ? ലൈക്ക് വിൽ ദേ ആസ്ക് യു ടു കം ആൻഡ് ജോയിൻ വിത്ത് ദം ഇൻ ദ വീഡിയോസ്? Yeah. ഓക്കെ, ഡു യു ലൈക്ക് ദാറ്റ്? Yeah. ഇഷ്ടമാണ്. അവർ ആക്ച്വലി ഇങ്ങോട്ട് ചോദിക്കും നമ്മൾ റീൽസ് എടുക്കില്ലേ എന്ന്. പ്രത്യേകിച്ച് ഈ പുള്ളി ഇടയ്ക്ക് ചോദിക്കും നമ്മൾ ഷൂട്ടിംഗ് റീൽസ് ഇടേന്ന് പറഞ്ഞു. വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ പുള്ളി ഇങ്ങോട്ട് ചോദിക്കും. പിന്നെ ഒരുപാട് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് മോളാണ്. ആ Yeah. മോളാ ക്യാമറമാൻ. മോളാണ് നമ്മുടെ മോസ്റ്റ്ലി ക്യാമറമാൻ. ഓക്കെ, ഏതാ ഫേവറേറ്റ് വീഡിയോ ഓഫ് യുവർ പാരന്റ്? Do you remember? No. You don't remember? No. Do you have a favorite reel, Eli? Eli, what's your Of ours? favorite reel of Daddy Mommy? You don't remember? Anything? കാണാറുണ്ടോ? I don't think I have one. My You favorite don't was have a the one favorite? where Daddy jumps out of the bed and he's wearing that pink dress. Oh. I like that one too. You I like like that that one one too? too. ഓ, അതാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, ഇവര് സജഷൻസ് കൊടുക്കാറുണ്ടോ? Have you ever tried to give them some suggestions about the videos and all? No. മോൾ ആക്ച്വലി റീൽ ഷൂട്ട് ചെയ്യുമ്പോ ഇപ്പൊ ആക്ച്വലി അവൾക്ക് അവള് ക്യാമറ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അവള് പറയും ചിലപ്പോ ഡാഡി യു ഗെറ്റിംഗ് കട്ട് ഓഫ് ഓർ ഡാഡി മേ ബി യു വാണ്ട് ടു മൂവ് ഇൻ ക്ലോസർ അങ്ങനത്തെ സജഷൻസ് ഒക്കെ പറയും. Okay. Yeah. ഇവർക്ക് പേഴ്സണൽ ഇൻസ്റ്റാഗ്രാംസ് ഉണ്ടോ? ഇല്ല. അപ്പൊ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ ഇപ്പൊ ഇവർക്ക് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആകണം എന്നൊക്കെ പറയുകയാണെങ്കിൽ സപ്പോർട്ട്? I absolutely will, പക്ഷേ it depends on what they going to post. നമുക്ക് ഡെഫിനറ്റ്ലി ഒരു വോയിസ് ഉണ്ടാകും. അവർ എന്ത് ടൈപ്പ് കണ്ടന്റ് ആണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അത് ആലോചിച്ചിട്ട് ചെയ്യണം എന്നുള്ളൊരു സജഷൻ ഉണ്ടാകും. ഇപ്പൊ ഇവരുടെ സ്കൂൾസ് മീറ്റിംഗ്സിനൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ്? സെലിബ്രിറ്റി പാരന്റ്സ് ആയിട്ടാണോ കാണുന്നത്? പാരന്റ്സ് Oh no. അവിടെ സ്കൂളിൽ ഐ തിങ്ക് ഐ ഡോണ്ട് തിങ്ക് എനിബഡി നോസ്. സ്കൂളിൽ കൂടുതലും പ്രത്യേകിച്ച് ഇവരുടെ സ്കൂളിൽ ഐ ഡോണ്ട് തിങ്ക് ദേർസ് അനദർ ഇന്ത്യൻ സ്റ്റുഡന്റ് ഇൻ ദ ക്ലാസ്. മലയാളി സ്റ്റുഡന്റ് ഇവന്റെ ക്ലാസ്സിലും ഇല്ല. നമ്മൾ കണ്ടത് കൂടുതൽ മലയാളത്തിലായതുകൊണ്ട് കുറെ ആൾക്കാർ ചോദിക്കും സബ്ടൈറ്റിൽസ് ഇടാൻ പാടില്ലേ, ഇറ്റ് ബി ഹെൽപ്ഫുൾ, റീച്ച് കൂടുതലൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് ആക്ച്വലി മലയാളം ആയതുകൊണ്ട് അവരുടെ സ്കൂളിൽ പ്രധാനമായിട്ടും ഇന്ത്യൻസ് മലയാളികൾ ആരുമില്ല. ഇന്ത്യൻസ് ഐ ഡോണ്ട് തിങ്ക് ദേർസ് എനിബഡി എൽസ്. അതുകൊണ്ട് കണ്ടന്റ് അറിയാൻ ആൾക്കാർ കുറവായിരിക്കും. പപ്പയും മമ്മയിൽ ആരെ ഏറ്റവും പാവം? Me? Mommy? Why? അയ്യടാ, ഡാഡി മറിയ നീ പറയടാ. ഹൂ ഇസ് പാവം?
Who's the most powerful? Like, who's like sad all the time? No, not sad. പാവം എന്താ പറയുക ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? പാവത്തിന് ഇംഗ്ലീഷ് എന്താണ്? Pavam. Who is the most Like a baby? soft-hearted or Yeah, soft-mannered? most of. അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നോക്കാൻ പോകാൻ തോന്നുന്നു. Who's Soft-mannered. I mean, mom. Mom. Mommy's soft. Yes. Mom is soft. അതിന് ഞാൻ mommy. Gives us hug. Daddy is the one who gives us adi, കേട്ടോ? കണ്ട ആ. മമ്മിയാണ് പാവം. Mommy is the പാവം. ആരാ ഹെൽപ്പ് ചെയ്യുക? who help you in your studies and all? മമ്മി or daddy? Dad. Dad. മമ്മി? Who? Dad helps me in my studies. ഡാഡി മാത്സിലൊക്കെയോ? എല്ലാ സ്റ്റഡീസ് കൂടുതലും Daddy ആണ് സ്റ്റഡീസ് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല അതിനുള്ള പേഷ്യൻസ് Sadly, ഇരിക്കുന്നത്. Daddy doesn't know what a pattern is. Okay. നിങ്ങൾ ആരുടെ ഫാനാണ്? ഡാഡിയുടെ ഫാനാണോ മമ്മിയുടെ ഫാനാണോ? Mom. your dad's fan or mom's fan or both? Because Dad is weird. Oh. Why joking, Daddy? Why Both. Thank you, Bunny. Oh. Daddy is weird. ഒന്നുമല്ല കേട്ടോ. Both of them are Daddy's daddy's favorites ആണ് രണ്ടുപേരും. കാരണം പിള്ളേർ നോക്കുമ്പോൾ ഡാഡി is the one who has most. ഡാഡിയാണ് യൂഷ്വലി നമ്മളെ കൊണ്ട് ട്രാവൽ പ്ലാനർ, പാർട്ടി പ്ലാനർ എല്ലാം മോസ്റ്റ്ലി ഡാഡിയാണ്. ഡാഡി is the fun element. മമ്മി is usually cooking or cleaning or laundry അങ്ങനെയൊക്കെയാണ്. Weekends ഒക്കെ ആവുമ്പോൾ. Mummy is boring എന്നാണ് യൂഷ്വലി പറയാറുള്ളത്. Yeah. അടിക്കുന്ന ഏറ്റവും കൂടുതൽ വഴക്കൊക്കെ പറയുന്നാരാ? Dad. Huh? What? Who gives you the most study? Dad. Dad. Okay. എനിക്ക് തോന്നുന്നു ആള് കുറച്ചുകൂടി ഡാഡ് സൈഡാണ് തോന്നുന്നു അല്ലേ? ഈ ഗ്രേസ് മം സൈഡ്. രണ്ടുപേരും പക്ഷേ I'm both side. Yeah. Both. ഭയങ്കര ഡിപ്ലോമാറ്റിക് ആണ്. ഇവനല്ലേ? ഇന്ന് ആക്ച്വലി നമ്മളോട് വേറൊരാളും കൂടി പറഞ്ഞേ ഉള്ളൂ അങ്ങനെ. ഇവൻ പക്ഷേ ഇവൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പം ഒരാളെ കുറിച്ച് പറഞ്ഞാൽ മറ്റേ വിഷമാവുന്നത് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അവൻ ബോധത്തെ പറയത്തുള്ളൂ. Okay. Who's your best friend? Dad or mom? Both. Come on, you can say only one. Dad or mom? If you had to pick one, who's going to be your best friend? That's hard. That's hard. No, that's so easy. But who would it be? It's okay. Just pick a name. It's okay. Yeah. പുള്ളിക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. Mommy, because she's nicer, and Daddy gives most of the addies. So. എടാ എങ്ങനെ ഇരിക്കണം? I had to choose. കേട്ടോനെ നിന്നെയാണല്ലോ ഞാൻ വിശ്വസിച്ചത്. എന്നെയൊക്കെ വളർത്തുന്ന ഒരു കാര്യമില്ല. ചതിച്ചല്ലോ. Okay, who is your best friend? Mom or dad? Dad. That's the spirit. But it's because my dad only spends a little bit of time with us, but mom doesn't spend any time with us. So. Mom is cooking and cleaning. Mom is busy. I changed my mind. It's sad. എന്താ? I changed my mind and now it's that. അതല്ല. No, you can't പുള്ളിക്ക് ഈ change your പോയിന്റ് mind. കേട്ടപ്പോ അത് ഓർമ്മ വന്നത്. ഓർമ്മ വന്നു. Okay, നിങ്ങളുടെ സീക്രട്സ് ഒക്കെ ലൈക്ക് സ്കൂളിലൊക്കെ സീക്രട്സ് ഒക്കെ ആരോടാ പറയാം? Oh, that is an easy one. Oh, mom. That is an easy one. Mom. Who do you share your secrets with? Really? Yeah. എടാ എന്നോടൊക്കെ സീക്രട്ട് ആണ്. Me too. You share your secrets with me. Yes. But I'm not parents. Yeah. Yes. So, glad. ആഹാ. കണ്ടാ? ഇതെന്താ വീട്ടിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. എന്തൊക്കെ സീക്രട്സാ പറയാറ്? She's asking you what kind of secrets do you say? There's a reason why it's a secret. Smarty Exactly. പുള്ളിയുടെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു ഇവിടെ നമ്മുടെ തട്ട് എവിടെ ഭൂതം കേട്ട The only thing I don't like about India is the hotness. Oh, The heat. too hot. Correct. അപ്പം അവിടെ കുറച്ച് And thank you so much, guys. You're welcome. Thank you for having us. അമേരിക്കയിൽ ഇവിടെ വരെ നമുക്ക് അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എല്ലാം അടിപൊളിയാവട്ടെ, പിന്നെ സിനിമകളൊക്കെ ചെയ്യട്ടെ, ഇനി അടിപൊളി ഞങ്ങളെ എന്റർടൈൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഒരുപാട് ചെയ്യട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു കിഡ്സ്. Oh. Thank you. Thank you.